വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്യാർ ഡാം എന്ന ടൂറിസ്റ്റ് വില്ലയിലാണ്. ഫസ്റ്റ് ഞങ്ങൾ പോയത് ഡിയർ പാർക്കിലാണ്. ഡിയർ പാർക്കിൽ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പക്ഷേ കുറച്ച് മാനുകളെ മാത്രമേ ഞങ്ങൾക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ചുകൂടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് കയറി നിന്ന് നന്നായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കായിരുന്നു. പക്ഷേ അവിടെ ഫസ്റ്റ് ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ കുറച്ച് ഏരിയ വ്യത്യാസമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് അടുത്ത് ഞങ്ങൾ പോയത് നെയ്യാർ ഡാമിലോട്ടാണ് പോയത്. അവിടെ ടിക്കറ്റ് ഉണ്ടായിരുന്നു. പാർക്കിങ്ങിനും ടിക്കറ്റ് ഉണ്ട്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്ത് കയറി. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വൈകുന്നേര സമയത്ത് ചൂസ് ചെയ്ത് വന്നത്. അങ്ങനെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. വെയിൽ താഴ്ന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കെല്ലാം കാണാനൊക്കെ പറ്റുമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ വന്നത്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. എന്നാലും കുട്ടികളൊക്കെ എൻജോയ് ചെയ്ത് നന്നായിട്ട് നടപ്പുണ്ടായിരുന്നു. നെയ്യാർ ഡാമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നെയ്യാർ ഡാം പാർക്കുണ്ട്, നെയ്യാർ ഡാം ലാൻഡ് സഫാരി പാർക്കുണ്ട്, പിന്നെ നെയ്യാർ ഡാം അക്വേറിയം ഉണ്ട്. നമുക്ക് ഈ ബോട്ടിങ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്രൊക്കോഡൈൽ കാണാൻ പറ്റും. പിന്നെ ഇത് രണ്ട് എലിഫൻ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വന്നിട്ടിപ്പോൾ 2 ദിവസം ആയതുള്ളൂ. ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് 2 ദിവസം താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ആർക്ക് വന്നാലും നല്ല അടിപൊളി നല്ല വ്യൂസും നല്ല മൊമെൻറ്റ്സും ആയിരിക്കും. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ബോറടിപ്പിക്കാതെ ഇരിക്കാൻ കണക്കാക്കി ഒരുപാട് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ നെയ്യാർ ഡാം എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെയും നമ്മുടെ ബോട്ട് സഫാരി ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയൊന്നും കയറിയില്ല. കൊച്ചുകുട്ടികളായതുകൊണ്ട് ഞങ്ങൾ അതിനോട്ട് ഇറങ്ങിയില്ലായിരുന്നു. പിന്നെ ഇത് ഇവിടെ മുകളിലൊന്നും നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഏകദേശം വ്യൂ കാണാം. നല്ലൊരു നാച്ചുറൽ പ്ലേസാണ് ഈ നെയ്യാർ ഡാം എന്ന് പറയുന്നത്. ഞങ്ങളവിടെ നിന്നപ്പോൾ തന്നെ ഇത് മേഘങ്ങളൊക്കെ നന്നായിട്ട് ഇരുണ്ട് വരുന്നുണ്ടായിരുന്നു. കണ്ടോ. പിന്നെ ഇത് ഇവിടെയാണ് നമ്മുടെ ലാൻഡ് സഫാരി പാർക്ക്. അവിടെ പോയി കാണണമെങ്കിൽ നമുക്ക് ബോട്ടിങ്ങിലൂടെ തന്നെ പോകണം. എന്നാൽ തന്നെ അതിന് പ്രത്യേകിച്ച് ചാർജ് ഉണ്ട് കേട്ടോ. ബോട്ടിങ്ങിനൊക്കെ പ്രത്യേകം ചാർജ് ഉണ്ട്. എവിടെ പോയാലും അതിന് ടിക്കറ്റ് എടുത്ത് തന്നെ പോകണം. പിന്നെ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ടൊക്കെ നടക്കാം. അങ്ങനെയാണ്. ഒരുപാട് നടക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് നടന്ന് തന്നെ ഫുള്ള് കറങ്ങി കാണേണ്ടി വരും. ഇതാണ് നമ്മുടെ ഡാമിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ബോട്ട് പോകുന്നുണ്ട് കണ്ടോ. ഈ ടൈപ്പിലുള്ള ബോട്ടിംഗ് ആണ് അവിടെ ഉള്ളത്. നല്ല മഴ വരുന്നത് കാരണം നമ്മൾ അങ്ങനെ ഒരുപാട് നേരമൊന്നും സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല. മാക്സിമം സ്പീഡായിട്ട് വീഡിയോസും എടുത്ത് ജസ്റ്റ് ഒന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ പോകുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ മുകളിലത്തെ ഇതിൽ കയറിയില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ താഴെ സൈഡിലൂടെയുള്ള വഴിയിലൂടെ ഇറങ്ങി. അങ്ങനെ വഴിയിലൂടെ ഇറങ്ങുമ്പോൾ തന്നെ നല്ലൊരു വ്യൂസാണ് കേട്ടോ. നന്നായിട്ട് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് ആ വെള്ളമൊക്കെ വരുന്നത് കാണാൻ. ഇത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ സൈഡിലുള്ള ഒരു കുറച്ച് പോർഷനാണ്. നല്ലതായിട്ട് ആ ഷട്ടർ തുറന്ന് വരുന്ന സമയത്തുള്ള വെള്ളം വരുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ഞാനിനി കാണിച്ചു തരുന്നതാണ്. കണ്ടോ, ഇതൊരവിടെയാണ്. അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം താഴോടെ പോകുന്നതാണ് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടോ, നല്ല ഭംഗിയില്ലേ വെള്ളം. ഇത് വെള്ളമാണെന്ന് പറയത്തില്ല ദൂരെ നിന്ന് വരുമ്പോഴത്തേക്ക്. നമുക്ക് അടുത്ത് നിന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ ഇത് വെള്ളമാണ് ഇങ്ങനെ പോകുന്നതെന്ന്. അത്രയ്ക്കും നല്ല ഭംഗി, അതിമനോഹരമായിട്ടുള്ളൊരു നല്ല കാഴ്ചയാണ്. കണ്ടോ, അതിൻ്റെ വെള്ളം വന്നിങ്ങനെ വീണ് ഇങ്ങനെ പോകുന്നതിന് നമുക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളത് അപ്പോഴത്തേക്ക് അങ്ങ് മറന്നു പോകും. ആ രീതിയിലുള്ള കുറച്ച് നേരത്തെ ഒരു മൊമെൻറ്റ്സാണ് ഇങ്ങനെയൊക്കെയുള്ള പ്ലേസസിൽ പോകുമ്പോൾ. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവും, നല്ലൊരു എൻ്റർടൈൻമെൻറ്റും ആവും. അങ്ങനെ കുട്ടികളെയൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന നല്ലൊരു പ്ലേസ് തന്നെയാണ് നെയ്യാർ ഡാം. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരു ഏകദേശം 1 മണിക്കൂർ വേണ്ട ഞങ്ങൾക്ക് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. കണ്ടോ, ആ വെള്ളം പോകുന്ന ഇതാണ്. അവർ പ്രത്യേകം തിരിച്ച് വിട്ടിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ഓരോ സെക്ഷനായിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത അക്വേറിയത്താണ് പോയത്. അക്വേറിയത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കേട്ടോ. എന്ന് വെച്ചാൽ കണ്ടാലും തീരത്തില്ല ആ രീതിയിലാണ്. ഇവിടെയും അത് കുറച്ച് പേയ്മെൻ്റ് ഉണ്ട്. ഫോട്ടോസ് എടുക്കണമെങ്കിലും അത് പ്രത്യേകം പേയ്മെൻ്റ് ഉണ്ടായിരുന്നു. 10-15 രൂപയായിരുന്നു കേട്ടോ. അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്കതിൻ്റെ പേയ്മെൻ്റ് ആയിട്ട് വരുന്നത്.
അങ്ങനെ നമ്മളതെല്ലാം കണ്ട് ഇതാണ് ആദ്യം ചെറിയ ഗാർഡൻ പോലെയൊക്കെ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 2 സൈഡും. ആദ്യം പോകുമ്പോൾ തന്നെ നമ്മളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മത്സ്യങ്ങൾ 2 താറാവും ഉണ്ടായിരുന്നു. മഴയും എല്ലാം കൂടെയൊക്കെ ആയപ്പോഴത്തേക്ക് അവർക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയും അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും നമ്മളെയൊന്നും മൈൻഡൊന്നും ചെയ്യാതെ അങ്ങനെ അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ അക്യൂറേറ്റ് വരുന്നത് കേട്ടോ. ഇതിന് വന്നിട്ടില്ല, ഇത് മുന്നേ വന്നിട്ടുണ്ട്. സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ അക്യൂറേറ്റ് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ചെറിയൊരു കുളം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് മീനും ഇട്ടിട്ടുണ്ടോ. അവർ 2 താറാവും കുളിച്ചിട്ടൊക്കെയാണ് ഒന്ന് അവിടെ കരയിൽ നിൽപ്പുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ ചെറിയൊരു കണ്ടോ ഡോൾഫിൻ്റെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര തന്നെ. അത് കഴിഞ്ഞിട്ട് ആദ്യം അകത്താണ് കയറിയത്. ആദ്യം താഴത്തെ ഫ്ലോറാണ്, 2 ഫ്ലോറുണ്ട്. പാരറ്റ് ഫിഷാണ് ഈ ഫിഷ്. ഫസ്റ്റ് ഇവരെ ഇങ്ങനെ കണ്ടു. ഇത്ര തന്നെ, ഈ 3 തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒന്ന് വൈറ്റ് ആയിരുന്നു, ഒന്ന് ഒരു ഓറഞ്ച് കളർ. എനിക്ക് വൈറ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അടുത്തത് സിൽവർ ഷാർക്ക്. ഇതാണ് ഇതിൻ്റെ പേര്, സിൽവർ ഷാർക്ക് എന്ന്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഈ ടാങ്കുകളിലൊന്നും തുടരുതെന്നൊക്കെ പറഞ്ഞ് അവർ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യൂ പാലിക്കുക, പിന്നെ നമ്മൾ സൈലൻ്റായിട്ട് പോവുക, പിന്നെ മാസ്ക് ധരിക്കുക. ഇത് ഇത്രയും നിർബന്ധമായിരുന്നു കേട്ടോ അവിടെ. പക്ഷെ നമ്മൾ മാസ്ക് ഒന്നും ധരിച്ചിട്ടില്ലായിരുന്നു. ബാക്കിയെല്ലാം മാക്സിമം ഞങ്ങൾ കീപ്പ് ചെയ്താണ് പോയത്. ടാങ്കിലൊന്നും അങ്ങനെ തൊടാനൊന്നും പോയില്ല പെട്ടെന്ന്. അടുത്തത് ഈ വർണ്ണ മത്സ്യം. ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ. പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് അത് ചത്തുപോയി, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ നല്ല ഭംഗിയാണ്, പല പല കളറിലുള്ളത്. ഇത് കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര കൗതുകം, ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇവയൊക്കെ കാണാൻ. അങ്ങനെ ഇത് നമ്മുടെ കൊഞ്ച്, പ്രോൺ. അതൊരു 2-3 തന്നെ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടോ, ഇവിടെയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത മത്സ്യം എന്ന് പറയുന്നത് അതിൻ്റെ പേരുണ്ടോ, എല്ലാം ക്ലിയർ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വ്ളോഗ് ചെയ്യാൻ കണക്കാക്കിയല്ല സത്യം പറഞ്ഞാൽ പോയത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയപ്പോഴത്തെ എന്തായാലും എടുത്തേക്കാമെന്ന് കരുതി അങ്ങനെ എടുത്തതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പേരും കൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്തന്നേ ഉള്ളൂ. കൂടുതലും ഞങ്ങളവിടെ പോയിട്ട് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തതെന്ന് പറയുന്നത് തന്നെ അക്യൂറേറ്റാണ്. അടുത്ത് മേളത്തെ സെക്ഷനിലാണ്. മേളത്തെ സെക്ഷനിൽ ഇത്തിരി വലിയ മീനുകളാണ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓരോ ടാങ്കിലും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡോണ്ട് ടച്ച് ദ അക്വേറിയം ടാങ്ക്സ് എന്ന് വെച്ചാൽ നമ്മൾ ടാങ്കിൽ തൊടാൻ പാടില്ല. അവരത്രയും കെയർഫുള്ളായിട്ടാണ് ചെയ്തിരുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ താഴത്തെ അണ്ടർഗ്രൗണ്ട്, അവിടെ ഗ്രൗണ്ടിൽ അവർ താഴെയും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുളം പോലെ. നല്ല ഭംഗിയായിരുന്നു, നല്ലൊരു എൻ്റർടൈൻമെൻറ്റും ആയിരുന്നു അവിടെ കാണാനൊക്കെ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ ഈ വലിയ മത്സ്യത്തിനൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷവും ഭയങ്കര ഒരു എൻ്റർടൈൻമെൻറ്റും ആയിരുന്നു അവർക്ക്. ആദ്യക്കുട്ടനൊക്കെ അവിടെ നിന്ന് പോരാനേ മനസ്സില്ല. ഭയങ്കരമായിട്ട് നമുക്കതിനെ ഒരെണ്ണത്തിനെങ്കിലും കൊണ്ടുപോകാമെന്നൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനി അടുത്ത നല്ല നീളമുള്ളൊരു മത്സ്യമാണ്. ഞാനതിൻ്റെ പേരെടുത്തിട്ടുണ്ടോ എന്നൊരു ഡൗട്ടാണ്. നല്ല നീളമുള്ളൊരു മത്സ്യമായിരുന്നു അത്. അലിഗേറ്ററിൻ്റെ ടൈപ്പിലുള്ള മീനാണെന്ന് തോന്നുന്നത്. ഇനി അടുത്ത് കണ്ടതെന്ന് വെച്ചാൽ താഴത്തെ നിലയിൽ നിന്നായാലും എല്ലാം ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ അത്രയും തിരക്കായിരുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ വരാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഏറ്റവും ലാസ്റ്റിലുള്ളൊരു പോർഷൻ ഞങ്ങൾ പുറത്തിറങ്ങിയതിന് ശേഷമുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.